കൊല്ലം ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കൊല്ലത്തെ 11 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? മലയോര മേഖലയും തീരദേശ മേഖലയും ഒക്കെ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. കശുവണ്ടി തൊഴിലാളികളുടെയൊക്കെ തന്നെ സ്പന്ദനങ്ങൾ ഉള്ള നിലനിൽക്കുന്ന ഒരു ജില്ലയിൽ എന്ത് സംഭവിക്കുന്നു? കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ തവണത്തെ കുണ്ട്രയും കരുനാഗപ്പള്ളിയും മാത്രം പോരാ കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണം ഉറപ്പിക്കണമെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള നീക്കങ്ങൾ UDF ക്യാമ്പിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? CPM-ന്റെ ഈറ്റില്ലം എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു ജില്ലയിൽ എന്താണ് അവരുടെ പ്രതീക്ഷകളും? NDA എവിടെയെങ്കിലും ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കുന്നുണ്ടോ? ചാത്തന്നൂർ ഉൾപ്പെടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടുണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇഞ്ചോടിഞ്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. 32 ഗ്രാമപഞ്ചായത്തുകൾ UDF ഭരിക്കുമ്പോൾ 33 ഗ്രാമപഞ്ചായത്തുകൾ LDF ഭരിക്കുന്ന ഒരു സ്ഥിതിയാണ്. മുൻ വർഷങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല ഒരു അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാശിയോടുകൂടിയുള്ള പോരാട്ടം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് 2 സീറ്റിൽ ഇത്തവണ UDF ഒതുങ്ങില്ല എന്ന് പറയാൻ സാധിക്കും. അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് UDF-ന്റെ ഒരു അംഗബലം നിയമസഭയിലെ എണ്ണം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ വാശിയോടുകൂടിയുള്ള പോരാട്ടം നടക്കുന്നത് ചാത്തന്നൂർ തന്നെയാണ്. ചാത്തന്നൂരിൽ ത്രികോണ മത്സരമാണ് എന്ന് UDF പറയുമ്പോൾ ത്രികോണ മത്സരമല്ല, LDF-ഉം NDA-യും തമ്മിലുള്ള മത്സരമാണ് എന്നുള്ള രീതിയിൽ ആ LDF NDA-യും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് UDF ചിത്രത്തിൽ പോലും ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ചാത്തന്നൂരിൽ നടക്കുന്നുണ്ട്. പിന്നീട് ചവറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചവറയിൽ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയ സുജിത് വിജയപിള്ളയും ഷിബു ബേബി ജോണും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്നു. അവിടെ നിർണായകമാകുന്നത് ജാതി സമവാക്യങ്ങൾ തന്നെയാണ്, ജാതീയപരമായിട്ടുള്ള വോട്ടുകൾ തന്നെയാണ്. അത് ഏത് സ്ഥലത്ത് പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. കരുനാഗപ്പള്ളിയിൽ 3 സ്ഥാനാർത്ഥികളും, കരുനാഗപ്പള്ളി ഇപ്പോൾ BJP-യുടെ A ക്ലാസ് മണ്ഡലം എന്നാണ് പറയുന്നത്. അവിടെയും 3 സ്ഥാനാർത്ഥികൾ, MS താര LDF-ന് വേണ്ടി, CR മഹേഷ് സിറ്റിംഗ് MLA UDF-ന് വേണ്ടി, BJP-യുടെ സംസ്ഥാന ചർച്ചകളിലൊക്കെ തന്നെ സജീവമായിട്ടുള്ള BS ജിതിൻദേവ് NDA-ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഇളക്കി മറിച്ചുള്ള പ്രചരണം NDA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു മത്സരം. അതിൽ കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് മത്സരിക്കുന്നത്. ധനമന്ത്രി മത്സരിക്കുമ്പോൾ ഐഷ പോറ്റി ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിലേക്ക് എത്തിയത്. ആ എത്തിയ സമയത്ത് മുൻചോടിച്ച് പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ KN ബാലഗോപാലിന് അല്പം മുൻതൂക്കമുണ്ട് എന്ന് പറയാൻ സാധിക്കും. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ സമാനമായ ഒരു അവസ്ഥയാണുള്ളത്. ശരി, കൊല്ലത്ത് നിന്നും കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.